ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് നാട്ടിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പിന്നെ സമയമൊന്നും കിട്ടിയില്ല. സ്ഥിരം പറയുന്ന എക്സ്ക്യൂസ് തന്നെ, സമയം കിട്ടിയില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ റമദാൻ സ്റ്റാർട്ടായി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ എല്ലാം കൊണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഒന്നും വന്നില്ല. അപ്പോൾ അതാണ് ഇത്രയും ഡിലേ ആയത്. സോ ഇന്നെന്തായാലും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ GCC കൺട്രീസിലും എല്ലായിടത്തും നടക്കുന്ന പോലെ. സോ അതിനെ എന്താണ്, വാട്ട്സ് എ ട്രൂത്ത് ബിഹൈൻഡ് ദാറ്റ്, അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം 6:15 ചോറൊക്കെ കഴിച്ച് കിടന്നത് ഒരു 4:50 6 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ് ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം 7 മണിക്ക്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വലിയൊരു മേജർ ഒരു പ്രോബ്ലത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബഹ്റൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ചെറിയ രാജ്യമായതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറ്റുള്ള സ്ഥലങ്ങളെ എഫക്റ്റ് ചെയ്യും. അതാണ് കൂടുതലും ഇപ്പോൾ ന്യൂസിലും എല്ലായിടത്തും ബഹ്റൈനെ കുറച്ചും കൂടെ വലുതാക്കി കാണിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ. അത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയാസിലൊന്നും ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബട്ട് എന്നാലും നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ എക്സ്പ്ലോഷൻസിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മീഡിയാസിൽ കാണുന്ന പോലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒന്നും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ചില ഏരിയാസിലുണ്ട്, പക്ഷെ ഞാൻ പറയാണ് റെസിഡൻഷ്യൽ ഏരിയാസിൽ അത്ര കുഴപ്പമൊന്നും ഇതുവരെ വന്നിട്ടില്ല. വരരുത് എന്ന് ആഗ്രഹിക്കാം, വരരുതെന്ന് ദുആ ചെയ്യാം, അത്ര തന്നെ. അപ്പോൾ കുറേ പേരുടെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജും കുറേ പേരുടെ കൺസേൺസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. താങ്ക് യു ഫോർ ഓൾ ദ പ്രേയേഴ്സ്. ഒരുപാട് പേര് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് അറിയുക പോലും ചെയ്യാത്ത ആൾക്കാരാണ് നമ്മളെ അന്വേഷിക്കുന്നത്, കെയർ ചെയ്യുന്നത്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഡെയിലി ലൈഫൊക്കെ റെഗുലറായിട്ട് തന്നെ പോകുന്നു. അൺവാണ്ടഡ് ആയിട്ടുള്ള പുറത്തു പോക്ക് കുറയ്ക്കുക, സേഫ്റ്റിയാണ് കുറച്ചും കൂടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആവശ്യമില്ലാത്ത ഔട്ടിങ്സും കാര്യങ്ങളൊക്കെ നിർത്തി അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ ലൈഫ് സ്റ്റൈല്, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ കറൻറ്റ്ലി വന്നിട്ടുള്ളത്. ഇന്ന് വരെ, നാളെ എന്താവുന്നൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ വർക്കിന് പോകുന്നുണ്ട്, വലിയൊരു പ്രശ്നമില്ലാണ്ട് പോകുന്നു. ചില ഏരിയാസിലൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന അത്രയും പ്രശ്നം ആയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. കുറച്ച് നേരം കഴിയുമ്പോൾ മിക്കവാറും സൈറൻ അടിക്കും. മീഡിയാസിലും ന്യൂസിലും കാണുന്ന കുറേ ഫേക്ക് ന്യൂസ് കണ്ടുകൊണ്ട് നാട്ടിൽ നിന്ന് എല്ലാവരും ഭയങ്കര പാനിക്കാവുകയാണ്. ഞാൻ പോയിട്ട് റെഡിയായിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഡ്യൂട്ടിക്ക് പോകണം. വർക്കിന് പോയിട്ട് വരാം. ഇന്നെനിക്ക് സാധാരണ ഇല്ലാത്ത പോലെ ഒരു സ്റ്റൊമക്ക് പെയിൻ.
ഞാൻ എപ്പോഴും കഴിക്കുന്ന പോലെ ചോറിന് ഓട്സൊക്കെ കഴിച്ചു, പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇന്ന് അത്രയൊരു സുഖമില്ല. അതിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് പോകാം. ഇപ്പോൾ സമയം ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. ബട്ട് എന്നാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റോഡിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്ക് പെട്ടെന്ന് എത്താമെന്ന് വിചാരിക്കും. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഉറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടെ ബെറ്ററാണ്. നമ്മളുടെ ഇത്രയും ദിവസത്തെ പോലെയല്ല, കുറച്ചും കൂടെ ഒന്ന് സേഫ് പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. ഇപ്പം ഞങ്ങൾക്ക് ലുലുവിൽ പോകണം, പിന്നെ സ്നാക്സ് വാങ്ങിക്കാൻ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറേ നേരം വന്നിട്ട് കിടന്ന് ഉറങ്ങി, കാരണം ഇന്നത്തെ ഡ്യൂട്ടി ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഹാൽമോൾ ഉറങ്ങുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പുറമെ കാണുന്നവർക്ക്, നാട്ടിൽ നിന്നൊക്കെ കാണുന്നവർക്ക് ന്യൂസൊക്കെ കാണുമ്പോൾ ഇവിടെ എന്തോ ഭയങ്കര ഒരു പ്രശ്നമുള്ള പോലെയാണ് തോന്നുന്നത്. ഞാൻ ഈ പ്രശ്നത്തിന് ഭയങ്കര ഒരു ചെറുതാക്കി കാണുമൊന്നും അല്ല. അതിനോ ഇതിൻ്റെ റിസ്ക് ഇത്രയുണ്ട്. ഇപ്പോഴും നമുക്കൊന്നും പറയാറൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ നാട്ടിലുള്ളവരുടെ ടെൻഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നാട്ടിൽ ഈ ഒരു കാര്യം ഇമ്പാക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, ഞങ്ങൾ നമ്മളുടെ നോർമൽ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവരാരും ഭയങ്കരമായിട്ട് പാനിക് ആവാനൊന്നുമില്ല. ഇത്ര വരെ അൽഹംദുലില്ലാ സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതലും ഇത് തന്നെ പറഞ്ഞ് ബോറാക്കുന്നില്ല. സോ അഗെയിൻ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വരാം. അതിനുശേഷം അപ്പോഴത്തേക്കും സമയമാവും. Hi. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പ്ലാൻ എന്തെങ്കിലും കടികളൊക്കെ വാങ്ങിച്ചിട്ട് നോമ്പ് തുറക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് ചോറ് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങളുടെ ഒരു ഡയറ്റ് കൺട്രോൾ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ നോർമലി നോമ്പിനൊക്കെ നമ്മൾ കഴിക്കുന്ന അത്ര ഹെവി ഫുഡ്സ് ഒന്നും കഴിക്കാറില്ല. ആൻഡ് ഐ ലോസ് 2 kgs. നല്ലോണം ക്ഷീണിച്ചു ഞാൻ. അപ്പോൾ അത് കാരണം പിന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ നാളെ നമ്മൾക്ക് എന്തായാലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞതനുസരിച്ചിട്ട് നാളെയാണ് നമ്മളുടെ കുക്കിംഗ് ഡേ. ഇന്ന് നമുക്ക് കടികളൊക്കെ എന്തെങ്കിലും വാങ്ങിച്ച് നോമ്പ് തുറന്നിട്ട് തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്ത് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ടു ഷെയർ. ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബ് ഫാമിലിനോട് പറയാത്തൊരു കാര്യം, എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കും. പക്ഷെ എന്നാലും അതിലില്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ സോ എല്ലാവരോടുമായിട്ട് ഒരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ കുറച്ചായി ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ കൂടിയിട്ട് ഒരു ചെറിയൊരു ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അൽഹംദുലില്ലാ നന്നായിട്ട് പോകുന്നു. ഇത് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ആ സമയത്ത് ഒരു ലാസ്റ്റ് വീക്ക് ആണ് ഇതെല്ലാം നമ്മളുടെ ഡിസ്കഷൻസും നമ്മളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് സ്റ്റാർട്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് കുറേ ടൈമൊന്നും കിട്ടിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. സോ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് എല്ലാ അപ്ഡേറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൽ അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തത് റിവീൽ ചെയ്താണ്.
ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന പ്രൈസിനേക്കാളും നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ളൊരു പ്രൊഡക്ട്സ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. സോ ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് 1.5 മന്ത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഇപ്പോൾ ലോഞ്ച് ആക്കിയിട്ടുണ്ട്. എന്തായാലും പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ യു ഗൈസ് ക്യാൻ ചെക്കൗട്ട്. അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ സംഭവിച്ചു. കാരണം ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്ന ഒരു വെക്കേഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു വെക്കേഷനായിരുന്നു. മെയിനായിട്ട് ഞാൻ കുറേ നാൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് പോകാൻ പറ്റി. ദെൻ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിട്ടുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് കുറേയൊക്കെ നമ്മൾ എന്തെങ്കിലും പോയ യാത്ര ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു 1 മന്ത് ആയിരുന്നു. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. രണ്ട് കട്ട്ലേറ്റ് അല്ലേ? എന്ത് വാങ്ങാണ്ട് അങ്ങനെ സ്നാക്സും കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി. ഇനിയിപ്പോൾ കുറച്ച് നേരം ഹാഫ് ആൻ അവറോടെ ഉള്ളു വാങ്ങി കൊടുക്കാൻ. അപ്പോൾ കുറച്ച് തിരക്കിലായിരിക്കും. നമുക്ക് എന്തായാലും ഇഫ്താറിൻ്റെ ടൈമിൽ കാണാം. അതെന്താ പോസ് എന്താ? ഓ ഓക്കെ, ലെറ്റ്സ് ഗോ. താങ്ക് യു. സോ ലേറ്റർ ഓഫ് ദ നൈറ്റ് ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ സഹോർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയി. And that's how our day ends. And if you love to watch more contents like this, then just do subscribe and I'll see you in the next vlog. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. Until then, take care and bye-bye.